കുവൈറ്റിലെ തീപിടുത്തത്തിൽ അതിദാരുണമായി മരണപ്പെട്ട പായിപ്പാട്ട് കടുങ്ങാട്ടായ പാലത്തിങ്കൽ 38 വയസ്സുള്ള ഷിബു വർഗീസിന്റെ വിയോഗവാർത്തയിൽ മനം നൊന്ത് വിറങ്ങലിച്ചു നിൽക്കുകയാണ് പായിപ്പാടെന്ന ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഈ ഗ്രാമം. കഴിഞ്ഞ ജൂലൈയിലാണ് ഷിബു അവസാനമായി നാട്ടിൽ എത്തിയത്. മകൻ എയ്ഡന് നിറയെ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റ് മുട്ടായികളുമായിട്ടായിരുന്നു ഷിബു അന്ന് നാട്ടിലെത്തിയത്. ഒരു മാസം മകനോടൊപ്പം കളിച്ചും ചിരിച്ചും ചെലവഴിച്ച ശേഷം തിരികെ പോകുന്നത് പോലും ഷിബുവിന് വിഷമമുള്ള കാര്യമായിരുന്നു. തിരികെ പോകുമ്പോൾ മകനെ അച്ഛൻ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞാണ് വിട്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു. സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായ ഭാര്യ റോസി കുഞ്ഞുമായി തൃക്കൊടിത്താനത്തെ കുടുംബ വീട്ടിലായിരുന്നു താമസം. എത്രയും പെട്ടെന്ന് ഭാര്യ റോസിക്ക് കൂടി വിസ സംഘടിപ്പിച്ച് കുഞ്ഞിനെയും കൂട്ടി കുവൈറ്റിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത്. മൂത്ത സഹോദരൻ ഷിബു താമസിക്കുന്ന ഫ്ളാറ്റിന് സമീപമാണ് കുടുംബസമേതം താമസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഷിബുവിന്റെ കുടുംബത്തെയും കുവൈറ്റിലെത്തിക്കാൻ അദ്ദേഹവും ശ്രമിച്ചു വരികയായിരുന്നു. കുവൈറ്റിലുള്ള ഷിബുവിന്റെ മൂത്ത സഹോദരൻ ഷിജുവാണ് മരണവിവരം നാട്ടിലറിയിച്ചത്. പായിപ്പാട്ടെ കുടുംബ വീട്ടിൽ ഷിബുവിന്റെ മറ്റൊരു സഹോദരൻ ഷിനുവാണ് താമസിക്കുന്നത്. സഹോദരന്റെ വിയോഗ വാർത്തയറിഞ്ഞ് ബോധരഹിതനായി വീണപ്പോൾ തന്നെ ഷിനുവിനെ നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി ശുശ്രൂഷ നൽകിയ ശേഷമാണ് ബോധം തിരികെ കിട്ടിയത്. പായിപ്പാട്ട് സ്വദേശിയായ ഷിബു വർഗീസിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇന്ന് 4 മണിക്കാണ് പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടന്നത്. ഷിബുവിന്റെ പെട്ടിയിൽ അടക്കം ചെയ്ത ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതിന് മുമ്പ് ഒരു നോക്ക് പ്രിയതമനെ കാണണമെന്ന് ഭാര്യ വാശി പിടിച്ചെങ്കിലും പുരോഹിതർ അടക്കമുള്ളവർ കാര്യങ്ങൾ പറഞ്ഞ് റോസിയെ മനസ്സിലാക്കുകയായിരുന്നു. പ്രാർത്ഥനാഗീതങ്ങൾ ഉയരുന്ന ഹാളിൽ പലപ്പോഴും വിങ്ങിപ്പൊട്ടാതിരിക്കാൻ പാടുപെടുന്ന റോസിയുടെ മുഖം എല്ലാവരുടെയും ഹൃദയത്തിൽ വൻ വേദനയാണ് ഉണ്ടാക്കിയത്. ഷിബുവിന്റെ സഹോദരന്മാരും ദുഃഖം കടിച്ചമർത്തി ഇരിക്കുന്നത് കാണാമായിരുന്നു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ ആണ് പായിപ്പാട് സ്വദേശിയായ ഷിബു വർഗീസ് മരണപ്പെട്ടത്. ഇന്ന് നാട് വേദനയോടെ വിട ചൊല്ലുന്ന കാഴ്ച ആണ് കണ്ടത്. തിരുവല്ല പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഷിബു വർഗീസിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 10-ന് പായിപ്പാട്ടുള്ള പാലത്തിങ്കൽ വസതിയിലേക്ക് എത്തിക്കുകയും അടുത്ത ബന്ധുക്കൾ അന്തിമോപചാരം അർപ്പിക്കുകയും ആയിരുന്നു. ഷിബുവിന്റെ കുവൈറ്റിലുള്ള മൂത്ത സഹോദരൻ ഷിജുവും കുടുംബവും ഇന്ന് രാവിലെയാണ് വീട്ടിൽ എത്തിയത്. രാവിലെ 11:30 മുതൽ ഇടവകപ്പള്ളിയായ പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ ഷിബു വർഗീസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയ ജനങ്ങൾ ധാരാളം തന്നെ ആയിരുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളാണ് ഇന്ന് പായിപ്പാട്ടേക്ക് എത്തിച്ചേർന്നത്. മോദി മന്ത്രിസഭയിലെ പുതിയ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ, സ്ഥലം MP കൊടിക്കുന്നിൽ സുരേഷ്, പാർലമെന്റ് LDF സ്ഥാനാർത്ഥിയായിരുന്ന അരുൺകുമാർ, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്ഥലം MLA മാത്യു T. തോമസ്, VD സതീശൻ, കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി കൂടാതെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു. ഷിബു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തിരുവല്ല നമ്പൂതിരീസ് കോളേജ് പ്രിൻസിപ്പൽ ഷിബു എന്ന മിടുക്കനായ ശിഷ്യനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. കല്ലറയിലേക്ക് ഷിബുവിന്റെ മൃതദേഹം അടക്കം ചെയ്ത പെട്ടി വെക്കുമ്പോൾ ഭാര്യ വിതുമ്പലോടെ പെട്ടികൾ കൈവച്ച് നിൽക്കുകയായിരുന്നു. ദയനീയമായ ഈ കാഴ്ചകൾക്ക് ആണ് ഇന്ന് പായിപ്പാട് ഗ്രാമം സാക്ഷ്യം വഹിച്ചത്.
തലേ നിൽക്കുവയിൽ